Hello, so friends, welcome to my channel Reshma Sujit Live. So friends, നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ സ്പെഷ്യലാണ് പായസം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഇന്ന് എൻ്റെ ഇച്ചിൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്. സോ ഇന്ന് സാബി മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ നടാലിന് കുപ്പത്തേക്ക് വന്നിട്ടുണ്ട്. ഹലോ, സോ ഫ്രണ്ട്സ്, ഞാൻ നടാലിന് കുപ്പത്തേക്ക് വരുന്ന വഴിയ ബസ്സിൽ കയറി. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കുപ്പത്തേക്ക് ട്രാവൽ ചെയ്യുന്നായിരുന്നു. അപ്പോൾ ബസ്സിൽ നല്ല കാറ്റും കൊണ്ട് പോന്നു. പക്ഷേ ബസ്സിൽ ഇപ്രാവശ്യം വളരെ ഒരു ബുദ്ധിമുട്ട് പറ്റി. അത് ഞാൻ കുപ്പം എത്താനായാലോ തളിപ്പറമ്പ് എത്താനായാലോ എനിക്ക് വോമിറ്റിംഗ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ഭയങ്കര ക്ഷീണിച്ച് പോയിന്, തല ചുറ്റുന്നുണ്ടായിരുന്നു. വഴിയെ ഞാനും അമ്മയും കൂടി പിന്നെ ഞാൻ ചൂട് കടല വാങ്ങീനി ബസ് സ്റ്റാൻഡിൽ നിന്ന്. അപ്പോൾ കടല കഴിച്ച് പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ മോളും സിസ്റ്ററും ഞാനും അമ്മയും കൂടി കടല കഴിച്ച്, ചൂട് കടല അപ്പം തന്നെ നമ്മൾ കഴിച്ച്. പിന്നെ ഞാൻ 2 ജ്യൂസ് കുടിച്ച്. ഒന്ന് നെല്ലിക്ക ജ്യൂസും കുടിച്ച്. നെല്ലിക്കയും കരിവേപ്പിലയും ആക്കിയിട്ട് ഐസ് ക്യൂബ് വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ ഈ വോമിറ്റിംഗ് പോലെ തോന്നിയ ബസ്സിൽ ട്രാവൽ ചെയ്ത് വന്നത് എനിക്ക് അധികം പ്രാവശ്യം ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇത് കുടിച്ചാൽ എനിക്ക് കുറേ കഴിഞ്ഞാൽ അത് ശരിയാവും. പിന്നെ അത് മോസ്റ്റ്ലി ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നാൽ വീട്ടിൽ നിന്ന് കുടിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഏച്ചീൻ്റെ മോളുടെ ബർത്ത്ഡേ ആ സ്പെഷ്യൽ ഒരു സ്ക്വാഷ് ഉണ്ടാക്കിനി. അപ്പോൾ സ്ക്വാഷ് കുടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. വളരെ ടേസ്റ്റി സ്ക്വാഷായിരുന്നു. ഇപ്പോൾ ബ്ലൂ കളറിലെ സ്ക്വാഷാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ സ്ക്വാഷ് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഇന്ന് ഏച്ചിൻ്റെ മോളെ ബർത്ത്ഡേക്ക് എല്ലാം റെഡിയാക്കുന്നുണ്ടായിനി. പായസമൊക്കെ ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി. പിന്നെ കേക്ക് ചിലപ്പം വൈകുന്നേരം വരും. കേക്ക് കട്ടിങ് ആയിട്ടില്ല. അപ്പോൾ അവരെ ഫാദർ വൈകുന്നേരം വരും. അപ്പോൾ അന്നേരം കേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് കുറച്ച് ജോലി തിരക്കുമുണ്ട്. പിന്നെ നമ്മൾ വേറെ പുറത്താരും പോയിട്ടില്ല ഇന്ന്. പിന്നെ ചെറിയ മോളുടെ എക്സാം കഴിഞ്ഞ് വലിയ മോളുടെ എക്സാം ഇപ്പോൾ 10th നടന്നുകൊണ്ടിരിക്കുമെന്ന്. പിന്നെ അതുകൊണ്ട് 3 കുട്ടികൾ സൗബീൻ്റെ ഫ്രണ്ട്സ്മാർ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ബസ്സിൽ നിന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചിന്. അപ്പം ഡയബറ്റീസ് ആയതുകൊണ്ട് ഷുഗർ എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനത് കുടിച്ചൊരു ഭയങ്കര ഒരു അസ്വസ്ഥക്കേടായി. അപ്പോൾ ഷുഗർ കയറി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് സമയം എനിക്ക് ഭയങ്കര ഒരു ഫെയിൻറ്റ് പോലെ ആയിട്ട്, ഇങ്ങനെ ഫെയിൻറ്റിങ് ഉണ്ടായിട്ട്, പിന്നെ അതുകൊണ്ട് ഞാൻ കുറേ സമയം ഒരു ഇതായിപ്പോയി. പിന്നെ നോർമൽ വെള്ളം വാങ്ങുന്നതിന് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്തോ എനിക്കൊരു കൈമേൽ 20 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു എനിക്കൊന്നും പറ്റൂല. അപ്പോൾ അത് വിശ്വസിച്ചിട്ടാണ് ജ്യൂസ് വാങ്ങിപ്പോയത്. അപ്പോൾ ബസ്സിൽ നിന്ന് തളിപ്പറമ്പ് എത്തിയവരേ വോമിറ്റിങ്. പിന്നെ ഇങ്ങനെ ബാഗ് നല്ല വെയിറ്റ് ഉണ്ടായിനി. ഞാൻ കുറേ പാലും തൈരും എല്ലാം ഒക്കെ കൊണ്ടുവന്നിനി എൻ്റെ മോപ്പലങ്ങാട് കമ്പനി സൊസൈറ്റീൻ്റെ വീട്ടിലേക്ക് വേണ്ടി. അപ്പോൾ അതിന് പായസവും സ്വീറ്റ്സ് വേറെ എന്തെല്ലാം ആക്കാനുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ഭാരം ബാഗിലുണ്ടായിന്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത് കുടിച്ചിട്ട് ഇതായതുകൊണ്ടാണ് എനിക്ക് ഭാരം പ്രശ്നമായ, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആകെ ഛർദ്ദിക്കാനായിട്ട് പിന്നെ തലചുറ്റലും എല്ലാം കൂടിയായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പാടന്നെ എൻ്റെ ചേച്ചി എനിക്ക് വേഗം അത് ഒരു ഐസ് ക്യൂബ് ആണ് അത് ഇട്ട്, തണുത്ത വെള്ളമാണ് ഇത് കുടിച്ചേരം കുറേ ഭാഗം. പിന്നെ കടലയെല്ലാം തിന്നേരം കുറേ റിലാക്സായി. സോ ഫ്രണ്ട്സ്, ഇപ്പം എല്ലാം ബസ്സിലൊക്കെ എല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ വെറും ബ്രിഡ്ജേ കാണാനുണ്ടാവും വഴിക്ക്. അപ്പോൾ വേറെ ഒരു പണ്ടെല്ലാം നല്ല
സീനും ഗ്രീനറി എല്ലായിരിക്കും കാണാൻ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒരു മാറ്റം ആയി വരുന്നത്രേ. ഇനി ഇവരെ ചെടിയും ഗാർഡനും തെങ്ങും ഒന്നും കാണാനുണ്ടാവില്ല. പിന്നെ വെറുതെ ഇങ്ങനെ റോട്ടുമ്മലേക്കൂടി പോകുന്നത് മാത്രം ഇങ്ങനെ ഒരു സമയം പോകുന്നതൊന്നും ഉണ്ടായിട്ടില്ല. സോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി. സോ ഇതിനെ കൊണ്ടാണ് സ്ക്വാഷ് ഉണ്ടാക്കി, ബ്ലൂ കളറിൽ സ്ക്വാഷ്. അപ്പോൾ അതിൻ്റെ ഏച്ചി സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കിയ സ്ക്വാഷാണ്. ഞാനത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ബാക്കി ഗാർഡനിങ് എൻ്റെ ഏച്ചിൻ്റെ സിസ്റ്ററിൻ്റെ. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇവിടെ നല്ല ഭംഗിയിൽ ഗാർഡനിങ് ആക്കിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. താങ്ക് യു, ബൈ.